ഹായ് ഗൈസ്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നാട്ടിലോട്ട് പോവാണ്. ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനൊരു 60 ഡേയ്സായിട്ട് ഡേയ്സ് ഓരോന്നും കൗണ്ട് ചെയ്ത് വെയിറ്റ് ചെയ്യായിരുന്നു നാളത്തെ ദിവസത്തിന് വേണ്ടി. സോ ആ ദിവസം എത്താൻ പോവാണ്. ഒരു ബിഗ് സർപ്രൈസ്. ഐ ഡോണ്ട് നോ എല്ലാവരും എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്, ബട്ട് ഐ വിൽ ബി വെരി ഹാപ്പി. മൂന്ന് മാസത്തിൻ്റെ പ്രിപ്പറേഷന് ശേഷം ജനുവരിയിൽ ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഫൈനലി എ വാലന്റൈൻസ് ഡേ. എൻ്റെ പീരിയഡ്സ് സ്കിപ്പായിട്ട് 4 ഡേയ്സ് ആയിട്ടുള്ളൂ. എന്നിട്ടും ഇന്ന് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ബിക്കോസ് ഐ ഹാവ് ഓൾവേസ് ഡ്രീംഡ് ഓഫ് ഡൂയിങ് ദിസ് ഓൺ എ സ്പെഷ്യൽ ഡേ. അതൊരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. സോ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഓൾ ബൈ മൈസെൽഫ് ഞാൻ ടെസ്റ്റ് ചെയ്തു. വലിയ പ്രതീക്ഷയൊന്നുമില്ല, ബിക്കോസ് എൻ്റെ സിംറ്റംസ് ഒന്നും ക്ലിയർ ആയിരുന്നില്ല. കുറച്ച് നെർവസ് ആയിരുന്നു. ഹാർട്ട് ബീറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. And then finally, it happened. ആ 2 ലൈൻസ് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ഞാൻ. That 2 lines, it just made my day. A tiny miracle is growing inside me. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു നെവർ എൻഡിങ് സ്മൈൽസും ഗൂസ് ബംസും ഒക്കെ കഴിഞ്ഞ് ഞാനൊരു നെക്സ്റ്റ് മിഷൻ സ്റ്റാർട്ട് ചെയ്തു. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് സർപ്രൈസ് കൊടുക്കണം ഹബ്ബിക്ക്. ഈവൻ ദോ ആളെ എല്ലാ പ്ലാനിങ്ങിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഐ നോ ഹി വിൽ നെവർ എക്സ്പെക്ട് ദിസ്. ഐ നെവർ ടോൾഡ് ഹിം ഞാൻ എന്നാ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. എൻ്റെ കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു എക്സൈറ്റ്മെൻറ്റ് കാരണം. ലിറ്ററലി ഷേക്കിംഗ്. ഐ ടുക്ക് എ സ്മോൾ നോട്ട്. അതിലെൻ്റെ എല്ലാ ഫീലിങ്സും എഴുതി. എന്നിട്ട് ഐ പാക്ഡ് ഇറ്റ് നീറ്റ്ലി. ഒരു പ്രഗ്നൻസി കിറ്റൊക്കെ വെച്ച് ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കി. നൗ ലെറ്റ്സ് സീ ഹൗ ദ സർപ്രൈസ് അൺഫോൾഡ്സ്. പൊട്ടിക്ക് ചെറിയൊരു സാധനം പൊട്ടിക്ക്. അത് ഞാൻ മേടിച്ചിട്ട് പിന്നെ പാക്ക് ചെയ്ത. ചെറിയൊരു സാധനം. ഈ ആ പാർട്ട് തന്നെ നോക്കണം. ആ പാർട്ട് തന്നെ നോക്കണം. അങ്ങനെ ഒളിഞ്ഞു വെക്കാതെ നേരെ എടുക്ക്. ഒളിഞ്ഞു വെക്കുന്നു. അതെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ശരിക്കും ആഫ്റ്റർ 5 months ആണ് ഞാൻ കാലിക്കട്ട് പോകുന്നത്. അതൊരുപാട് വലിയൊരു ബിഗ് സർപ്രൈസും കൊണ്ടാണ്. എന്തായിരിക്കും എല്ലാവരുടെ റിയാക്ഷൻ എന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞു ബേബി ഉണ്ടെന്നുള്ള കാര്യം അവരോട് പറയുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഞാൻ വളരെ കഷ്ടപ്പെട്ട എൻ്റെ അച്ഛനമ്മയൊക്കെ വരുത്തുന്നുണ്ട്. സോ നാളെയാണ് ആ ഡേ. ഇനി ഒരു 12-13 hours അത്രയും കൂടെ മതി. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സർപ്രൈസ് പുറത്താക്കാം. ഞാൻ ട്രെയിന് ബോർഡ് ചെയ്തു. 8 മണിക്കാണ് എൻ്റെ വണ്ടി എടുക്കുന്നത്, പക്ഷേ എന്തായാലും നേരത്തെ എത്തിയിട്ടുണ്ട്. AC ആണ് ബുക്ക് ചെയ്തത്. ഫോർ എ സൂപ്പർ കംഫി ജേണി. ഞാൻ പറഞ്ഞ പോലെ AC കോച്ചാണ് ബുക്ക് ചെയ്തത്. ബെഡ്ഷീറ്റ്, പില്ലോ, കമ്പിളി ഒക്കെ കിട്ടി. കോസി സെറ്റ്. പാക്കിംഗ് ഐ കെപ്റ്റ് വെരി ലൈറ്റ്. മെയിൻ ഫോക്കസ് ഫുഡും എസെൻഷ്യൽസും മാത്രമായിരുന്നു. വൺസ് വി ബോർഡഡ് 2 പില്ലോ എടുത്ത് ഞാനൊരു ക്യൂട്ട് സിറ്റിംഗ് സ്പേസ് ഉണ്ടാക്കി. ആഫ്റ്റർ ഓൾ ദ വാക്കിംഗ്, ഫൈനലി ഫീലിംഗ് റിലാക്സ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഞാനിപ്പോൾ അവേഴ്സ് കൗണ്ട് ചെയ്യാണ്. ഓൾറെഡി ഞാനൊരു ഫുഡിയാണ്. ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ പിന്നെ പ്രഗ്നൻസി കൂടി ആയപ്പോൾ ഒന്നും പറയണ്ട. സോ ഹബി ബ്രോട്ട് മീ ഡാർക്ക് ഫാൻറ്റസി ആൻഡ് കേക്ക്. ഈവൻ ദോ നമ്മളെല്ലാ സംഭവങ്ങളും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്ട്രാ കെയർ കണ്ടിട്ട് ഞാൻ ചെറിയ കുട്ടിയെ പോലെ വളരെ ഹാപ്പിയായി. ആഫ്റ്റർ എ ലിറ്റിൽ സ്നാക്കിംഗ് നമ്മൾ ഡിന്നർ കഴിച്ചു. I made my special green chicken curry. Pregnancy time my favorite comfort food. I paired it with chapati. Lid തുറന്ന് സ്മെല്ല് വന്നപ്പോൾ ക്യാബിൻ ഫുൾ യമ്മി ഫീലിംഗ്.
ടംബ്ലർ സേഫായി വെച്ചതുകൊണ്ട് നോ സ്പിൽസ്, പെർഫെക്റ്റ് ഫോർ ബോത്ത് ഓഫ് us. ഈ ചെറിയ ബോക്സിനുള്ളിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഐ പേസ്റ്റഡ് മൈ 3rd month സ്കാൻ വിത്ത് എ ക്യൂട്ട് നോട്ട്, ബേബി ലോഡിങ്. ഫാബർ കാസലിൻ്റെ ടാക്കറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. റിമൂവബിൾ ആണ്, റീയൂസബിൾ ആണ്, മെസ് ഫ്രീ ആണ്, ഗ്രേറ്റ് ടു യൂസ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പ്രഗ്നൻസി കിറ്റ് കൂടി ആഡ് ചെയ്തു. സച്ച് എ ക്യൂട്ട് മെമ്മറി ടു ചെറിഷ് ഫോർ എവർ. സർപ്രൈസ് സ്മൈൽസ് ആൻഡ് ഹാപ്പി ടിയേഴ്സ് ലോഡിങ്. മൈ ഗുഡ് മോർണിംഗ് സ്റ്റാർട്ടഡ് വിത്ത് എ സ്വീറ്റ് മൂമെൻറ്റ്. ഹബ്ബി പീൽ ചെയ്ത് കട്ട് ചെയ്ത് എനിക്ക് എല്ലാ ഫ്രൂട്ട്സും തന്നു. രാവിലെ തന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു. എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, വിശപ്പും ഉണ്ട്, എല്ലാം കൂടിയൊരു അവസ്ഥ. പേരയ്ക്കയും ആപ്പിളും ഒക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ടൈം കളയുമായിരുന്നു. ഡെസ്റ്റിനേഷൻ എത്തുന്തോറും എൻ്റെ ഹാർട്ട് ഫുൾ ഓഫ് ബട്ടർഫ്ലൈസ് ആണ്. റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കാത്ത് 3 പേര് വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ അമ്മ, അച്ഛൻ, സിസ്റ്റർ. ദേ ഡോണ്ട് നോ ഇൻ എ ഫ്യൂ അവേഴ്സ് ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ഫോർ ഗുഡ്. ഫൈനലി ഹോം സ്വീറ്റ് ഹോം. എത്രയും പെട്ടെന്ന് ഫ്രഷ് ആകണം. ആൻഡ് ദ മൂമെന്റ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഈസ് ഹിയർ. പ്ലാൻസ്, ഗിഫ്റ്റ്സ്, എവറിത്തിങ് റെഡി. ഐ ജസ്റ്റ് ഹോപ്പ് ഇറ്റ് ഗോസ് പെർഫെക്റ്റ്ലി. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഒരു രക്ഷയില്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് ചിരിച്ചിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എല്ലാം സെറ്റായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു റിയാക്ഷനാണോ, ഇനിയിപ്പോൾ 3 മാസമായിട്ട് പറയാത്തതിൻ്റെ വഴക്കാണോ? അയ്യോ, ഒരു എക്സൈറ്റ്മെൻറ്റും എന്താ പറയുക, ആൻസൈറ്റി എല്ലാം കൂടെ ഒരു മിക്സഡ് ഫീലിംഗ്. ലെറ്റ് സി ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. വിഷുവിൻ്റെ ഏറ്റവും സ്വീറ്റസ്റ്റ് ഗിഫ്റ്റായിരിക്കും ഇത്. ഫസ്റ്റ് നമുക്ക് മീനുക്കുട്ടീനെ സർപ്രൈസ് ചെയ്യാം. മീനുക്കുട്ടി ഇതൊന്ന് തുറന്നു നോക്കൂ. ആരടുത്തും പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാൻ പോകുന്നത്. എത്ര മാസമായി? 3 മാസം. താഴെ പോ. അതെ, അമ്മേനാണ്. അങ്ങനെ അമ്മു വാ. അമ്മൂനാണ് സർപ്രൈസ്. സ്വീറ്റ്സാ തുറന്നു നോക്ക്. അയ്യോ, എന്താ പേടിപ്പിക്കുന്നതാണോ? അല്ല, ശരിക്കും അതിനല്ലേ കഷ്ടപ്പെട്ട് വിളിച്ചു ചേർത്തത്. ഇതൊക്കെ കഴിക്കണമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചു, ജാമ്പയ്ക്ക് വേണം. എൻ്റെ പേര് ജാമ്പയ്ക്ക് എനിക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര മനസ്സായി? 3 കറക്റ്റ്. കാര്യം പറയണ്ടേ? ശരിക്കും എന്തില്ലെന്ന് എന്തായിരിക്കും?
3 months. 3 months. Stay tuned for more videos on my pregnancy journey. The next video is all about my first trimester experience. Please do like, share, and subscribe for more updates. Thank you for watching.